ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചമാങ്ങ മോരുകറിയാണ്. അതിന് ഞാനിവിടെ ഒരു ചെറിയ 2 മാങ്ങയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് തൊലിക്ക് കയ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ തൊലിയോടുകൂടി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കയ്പില്ലാത്ത സാധാരണ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അത് നമുക്ക് വെള്ളം ഒഴിച്ച് മാങ്ങ ഇട്ട് വേവിക്കാം. അപ്പം മാങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം തന്നെ വേവിക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടേസ്റ്റ് ഇപ്പോഴത്തെ ഇതിന് മാങ്ങയുടെ ആ ഒരു മാങ്ങയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പോൾ നന്നായിട്ട് മാങ്ങയാണ് പെട്ടെന്ന് വേവും. അതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേനും വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങയും നമുക്ക് ജീരകവുമാണ് എടുക്കുന്നത്. തേങ്ങയും ജീരകവും മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ഞാൻ ചിരകിയതുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് ഒരു മുറി തേങ്ങ മതിയാകും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജീരകം ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജീരകം, മുളക് പൊടി. നമുക്ക് മാങ്ങ വേവിക്കുമ്പോഴത്തേനും പച്ചമുളക് ഇടുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുളക് പൊടി കുറയ്ക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ലാസ്റ്റിൽ ഒന്ന് അരയ്ക്കുന്നതിന് മുമ്പ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കാര്യം അപ്പോൾ കറിവേപ്പിലയുടെ ഗുണം നമുക്ക് ഇത്രയാണെന്നുണ്ടെങ്കിലും ഉള്ളി ചെല്ലുമ്പോൾ അതൊരു ഗുണമാണ്. അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ച് ലാസ്റ്റ് മിനിറ്റ് നമുക്കൊന്ന് കറിവേപ്പില കൂടി ഇട്ടരച്ചെടുക്കാം. തേങ്ങ ഞാൻ നന്നായിട്ട് ആ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് അതേ ജാറിൽ തന്നെ തൈരൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജാറ് കഴുകുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് നേരിട്ട് ആവശ്യത്തിന് മോരൊഴിച്ച് അല്ലെങ്കിൽ തൈരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മാങ്ങ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ തേങ്ങ അരച്ച് ആ മോരും അടിച്ച് വന്നപ്പോഴത്തേക്കിനും കറക്റ്റ് മാങ്ങ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ച നല്ല തിക്ക് പേസ്റ്റാണ്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ച നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന ഏകദേശം ഞാനിത് 2 ഗ്ലാസ് തൈര്, ഞാൻ 2 ഗ്ലാസ് തൈരോളം എടുത്തിട്ടുണ്ട്. പുളിപ്പനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. മാങ്ങയാണ്, പച്ച മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് മാങ്ങയ്ക്ക് പുളിപ്പ് കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മോര് ചേർക്കുക. എനിക്കിവിടെ പുളിപ്പ് വേണ്ടുന്നത് കൊണ്ട് ഞാൻ 2 ഗ്ലാസോളം തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും തന്നെ വേണ്ട എങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മോരെടുത്താൽ മതി. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കരുത്. പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഒന്ന് തിളച്ച് വരരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോര് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് പതയത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കടുക് താളിക്കാം. ഞാൻ ഈ കൂട്ടത്തിൽ വേറൊരു വിശേഷം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ നെയിം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇന്നത്തെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോയുടെ താഴെയും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാം ഏട്ടൻ പാട്ട് പാടാറുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ ആക്റ്റീവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ചൊന്ന് ഏട്ടനെ സംബന്ധിച്ച് ഏട്ടന് ക്യാമറയ്ക്ക് മുന്നിലൊന്ന് ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യാൻ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു ചാനൽ 2-2.5 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള ചെറിയൊരു വീട്ടിൽ നമുക്ക് കുടുംബത്തിൽ നടക്കുന്ന കൊച്ചു സന്ദർഭങ്ങളും ഒക്കെ ആക്റ്റീവാക്കുക, ആ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നർമ്മവും എന്നാൽ സീരിയസും ആയിട്ടും ഒക്കെ ഉള്ള കുറേ സീക്വൻസ് അല്ലെങ്കിൽ അതുപോലത്തെ കുറേ സീൻസുള്ള നല്ല വീഡിയോസ്. കുറച്ച് ആക്ടിങ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ഓവറായിട്ടും അല്ലെങ്കിൽ ഒത്തിരി സൈലൻ്റ് ആയിട്ടും ഒക്കെ ആയിട്ടുള്ള പുതിയ ഒരു ചാനൽ, ചെറിയ സീൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയൊരു ചാനലിൻ്റെ നെയിം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പോൾ ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അത് തീർച്ചയായിട്ടും ഇതിനും
ആ ചാനലിലും ഒരുപോലെ ഞങ്ങൾക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിവരവും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഇന്നത്തെ ഈ ഒരു ഡിഷിൻ്റെ കൂടെ ഈ ഒരു വിശേഷവും കൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക, അതിലുള്ള വീഡിയോസ് കാണുക, കമൻറ്റും രേഖപ്പെടുത്തുക. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് പതഞ്ഞ് വരാനുള്ള സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. നമുക്ക് പതഞ്ഞ് വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കടുക് താളിച്ചെടുക്കാം. ഞാൻ കടുക് താളിക്കാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉലുവ പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ അവോയ്ഡ് ചെയ്യാം. അതിലേക്ക് തന്നെ ജീരകം, കടുക്, കറിവേപ്പിലയും വറ്റൽമുളകും. നമുക്ക് ഇതിനൊരു ജസ്റ്റ് ഒരു കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. അതൊരു കളറും പിന്നെ ഒരു ടേസ്റ്റും നമുക്ക് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടുക് താളിച്ചിട്ട് ഈ ഓയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും ആ ഓയിലിന് നമുക്ക് യെല്ലോ കളർ കിട്ടും. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ നിങ്ങൾക്ക് ചേർക്കാം. സാമ്പാറിനാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് മോരൊഴിച്ച് പച്ചമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 10 മിനിറ്റിനുള്ളിൽ എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 7-8 മിനിറ്റിനുള്ളിൽ എനിക്കിത് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒരു മാങ്ങയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോറിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പച്ചമാങ്ങ മോര് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.